ആലപ്പുഴ മാന്നാർ സ്വദേശി കലയുടെ കൊലപാതകത്തിൽ അറസ്റ്റിലായ 3 പ്രതികളെ വൈദ്യപരിശോധന നടത്തും. ഇന്ന് തെളിവെടുപ്പ് ഉണ്ടായേക്കില്ല. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, ഏതൊക്കെ പ്രതികളെയാണ് ഇന്ന് വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കുന്നത്? ഈ തെളിവെടുപ്പ് ഇന്ന് നടത്തും എന്ന കാര്യമായിരുന്നു നേരത്തെ പുറത്തു വന്നത്. എന്നാൽ അത് ഒഴിവാക്കാനുണ്ടായ സാഹചര്യം, ഒപ്പം ഈ എഫ്ഐആറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ കേസിൽ? ലക്ഷ്മി പത്മ, ഇപ്പോൾ നിലവിലിവിടെ കസ്റ്റഡിയിലുള്ള ജിനു, സോമൻ, പ്രമോദ് എന്ന് പറയുന്ന 3 പ്രതികളെയാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് പുറത്തെത്തിക്കുക. ഇവരെ ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് വൈദ്യപരിശോധന നടത്തുന്നത്. അതിനുശേഷമായിരിക്കും ചെങ്ങന്നൂർ കോടതിയിലേക്ക് എത്തിച്ച് ഇവരെ പോലീസ് റിമാൻഡിൽ വാങ്ങുക. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ അനിൽകുമാർ എന്ന് പറയുന്ന 1-ാം പ്രതിയെ പിടികൂടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 1-ാം പ്രതി ഉള്ളത് ഇസ്രായേലിലാണ്. അയാളെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ തെളിവെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോവുക. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഇന്ന് തെളിവെടുപ്പ് ഉണ്ടായേക്കില്ല എന്നുള്ളതാണ്. ഈ എഫ്ഐആറിൽ പറയുന്ന പ്രധാനമായിട്ടുള്ള കാര്യം കൊലപാതകം നടത്തിയ അനിൽകുമാറാണ് എന്നുള്ളതാണ്. അനിൽകുമാർ തനിയാണ് ഇത്തരത്തിൽ കലയെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം കൂട്ടുപ്രതികളെ മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ടി എത്തിക്കുകയായിരുന്നു. ഇതിൽ പ്രധാനമായും അനിൽകുമാറിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള സുരേഷിനെയാണ് ആദ്യഘട്ടത്തിൽ അനിൽകുമാർ ഈ കൊലപാതക വിവരം അറിയിച്ചത്. ഈ പെരുമ്പുഴ പാലത്തിലേക്ക് സുരേഷിനെ വിളിച്ചെത്തിക്കുകയും അപ്പോൾ വിളിച്ചെത്തിച്ച സാഹചര്യത്തിൽ ഈ കലയെ മരിച്ച നിലയിൽ കാറിനകത്ത് സുരേഷ് കാണുകയും ചെയ്തു. സുരേഷിനോട് തന്നെ ഈ കൊലപാതകം തനിക്കൊരു അബദ്ധം പറ്റിയതാണ്, അതുകൊണ്ട് തന്നെ സംരക്ഷിക്കണം, അതുകൊണ്ട് ഈ മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ എന്നാൽ സുരേഷ് തനിക്കതിന് കഴിയില്ല എന്നറിയിക്കുകയും അതിനുശേഷം സുരേഷ് പോയതിനു ശേഷം ഈ ഐക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ പ്രതി മൃതദേഹവുമായി കാറിലെത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിലവിൽ 2-ാം പ്രതിയായിട്ടുള്ള ജിനു മൃതദേഹം കാണുന്നത്. ശേഷം സോമൻ, പ്രമോദ് എന്ന് പറയുന്ന കൂട്ടുപ്രതികളോട് ചേർത്തിട്ടാണ് ശരീരം മറവ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആറിലടക്കം പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്, ഇന്നലെ ഈ സെപ്റ്റി ടാങ്കിൽ നിന്ന് കുഴിച്ചെടുത്ത മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് തോന്നിക്കുന്ന ചില വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. ആ വസ്തുക്കൾ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനായി ഫോറൻസിക് പരിശോധനയ്ക്കായി ഈ ഇന്നലെ കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ ഒരു പ്രധാനമായി റിപ്പോർട്ട് വരേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ടിന് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ ലഭിച്ചത് മൃതദേഹ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളാണെന്നൊരു സ്ഥിരീകരണം ഉണ്ടാകുക. അതിനോടൊപ്പം തന്നെ എത്രയും വേഗം തന്നെ ഇസ്രായേലിൽ നിന്ന് അനിൽകുമാറിനെ നാട്ടിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് ശ്രമിക്കുന്നത്. മനീഷ്, അതെപ്പോഴായിരിക്കും ഇസ്രായേലിൽ നിന്ന് ഈ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ആ ശ്രമങ്ങൾ ഏത് ഘട്ടം വരെ എത്തി നിൽക്കുന്നു? എപ്പോഴേക്കും അനിൽകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് ഈ അന്വേഷണ സംഘത്തിൽ നിന്ന്, പോലീസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലക്ഷ്മി പത്മ, ഇതിലൊരു പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഈ അനിൽകുമാർ സ്വമേധയാ കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. എത്തിക്കുമ്പോൾ അതിന് ചില താമസങ്ങളുണ്ട്. അതായത് ഈ ഇന്ത്യൻ എംബസി, ഇസ്രായേൽ എംബസിയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ആരംഭിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സമാന്തരമായി ഈ അനിൽകുമാറിൻ്റെ അച്ഛൻ വഴിയും അനിൽകുമാറിനെ ബന്ധപ്പെടാനും നാട്ടിലേക്ക് എത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണവുമായി സഹകരിക്കണമെന്നും ചോദ്യം ചെയ്യലിൽ എത്തണമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് വിധേനയും അനിൽകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടെ തന്നെ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും സ്വമേധയാ അനിൽകുമാർ വരാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ എംബസിയുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ എംബസിയുടെ സഹായത്തോടു കൂടി തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്ത് കേരളത്തിലേക്ക് കൈമാറേണ്ട ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴെത്തും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. എന്നിരുന്നാൽ തന്നെ എത്രയും വേഗം തന്നെ അയാളെ എത്തിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. മനീഷ് ഐഷ മാത്യു ആണ് വിശദാംശങ്ങൾ നൽകിയത്. അനിൽകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുകയാണ്. കലയുടെ ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോകുന്നു. ഒപ്പം അറസ്റ്റിലായ 3 പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കും. ഇന്ന് തെളിവെടുപ്പ് ഉണ്ടായേക്കില്ല. വൈദ്യപരിശോധനയ്ക്ക് ശേഷം 3 പ്രതികളെയും ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കുവാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്.